ദൈവനാമത്തിന് മഹത്വം. പൗരുഷൻ്റെ എല്ലാ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർക്കും സ്നേഹവന്ദനം. പ്രഭാതത്തിൽ തന്നെ പൗരുഷനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിപ്പാനും ലഭിച്ചിരിക്കുന്ന അവസരത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സങ്കീർത്തനങ്ങൾ 20 വാക്യം 8. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ആരാണ് വീണുപോയവർ? ആരാണ് നിൽക്കുന്നവർ? സിമ്പിളായിട്ട് പറയാം. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞ് വീണുപോയി. ദൈവത്തിൽ ആശ്രയിച്ചവർ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. താങ്കൾ ഇതിൽ ഏതിൽ വരും? മുകളിലത്തെ വാക്യം വായിക്കട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുക എന്ന് പറയുന്നത് യുദ്ധത്തോട് ബന്ധപ്പെട്ടാണ്. രഥവും കുതിരയും അക്കാലത്തെ യുദ്ധ സാമഗ്രികളാണ്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ യുദ്ധങ്ങളെ യഹോവ നേരിട്ട് നടത്തിക്കൊടുത്തു. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തു, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, ഈ പടയിൽ നിങ്ങൾ പൊരുതുവാൻ ആവശ്യമില്ല. യുദ്ധം യഹോവയ്ക്കുള്ള. ഇങ്ങനെ ദൈവശബ്ദം കേട്ടതിനാൽ അവർ രഥത്തിലും കുതിരയിലും ആശ്രയിച്ചില്ല. മറ്റൊരിടത്ത് ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു എന്നും തിരുവെഴുത്തിലുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ നമ്മൾ ധ്യാനിച്ചതാണ്. അപ്പം പണത്തിലും പ്രതാപത്തിലും തൻ്റെ ഇടത്തിലും കുതിരയിലും രഥത്തിലും ടെക്നോളജിയിലും ഉപകരണങ്ങളിലും ആശ്രയിക്കുന്ന മനുഷ്യർ ലോകം മുഴുവനും ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ ചിലരുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഏതിൽ പെടുമെന്ന് നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവത്തിൻ്റെ ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ പോരാ, മറ്റൊന്നിലും ആശ്രയിക്കാതെയും കൂടെ ഇരിക്കണം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമുക്ക് പലപ്പോഴും ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെങ്കിൽ മറ്റെല്ലാവരും കൈവിടണം, മറ്റൊന്നും ഇല്ലാതെയാകണം. എനിക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ പറയാൻ അനുഭവത്തിലുണ്ട്. പക്ഷേ അത് പറയാൻ ഇപ്പോൾ ഞാൻ ഒരുങ്ങുന്നില്ല. കാരണം ഇതൊരു ഷോർട്ട് മെസ്സേജാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ആശ്രയിക്കാനുണ്ട് എന്ന് കരുതിയപ്പോഴെല്ലാം ഞാൻ പരാജയപ്പെട്ടു. ഈവൻ ഒരു പ്രസംഗത്തിൽ പോലും എൻ്റേതായ പ്രിപ്പറേഷനിൽ ഞാൻ കോൺഫിഡൻ്റ് ആയാൽ ഞാൻ പരാജയപ്പെടുമെന്ന് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞു. ഇന്ന് നിങ്ങളോട് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആശ്രയിക്കുന്നത്
എൻ്റെ കർത്താവിലാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിലേതിൽ വരാനാണ് താല്പര്യം? യഹോവയിൽ ആശ്രയിക്കുക, മറ്റൊന്നിലും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് പറയുകയും മറ്റു പലതിലും ആശ്രയിക്കുകയും ചെയ്യുന്നവർ വീടുപോകും. അതുകൊണ്ട് ഈ രാവിലെ ഒരു പ്രസംഗം പറഞ്ഞു നിർത്തുകയല്ല, നിങ്ങളുടെ ആശ്രയം പരിശോധിക്കുക, നിങ്ങളുടെ ആശ്രയം മാറ്റിപ്പിടിക്കുക. അത് ധൈര്യമായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. God bless you.